ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഉള്ള ഒരു സംശയമാണ്. അതായത് കൺഫ്യൂസിങ് വേർഡ്സ് ആണ് ഇത് വരുന്നത്. അതായത് ഹാവ്, ഹാസ്, ഹാഡ്. അപ്പോൾ അത് ഏതൊക്കെ സമയത്താണ് യൂസ് ചെയ്യേണ്ടതും സെന്റൻസിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ഇതൊരു കൺഫ്യൂസിങ് വേർഡാണ്. പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ഹാസും ഹാവും ഹാഡും എവിടെയൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹാസ്, ഹാവും ഹാഡും ആണ്. അപ്പൊ അത് മൊത്തത്തിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പൊ ആദ്യം തന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ഇൻട്രൊഡക്ഷൻ. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ആർ ഫോം ഓഫ് വെർബ് ടു ഹാവ്. ഇത് വന്നിട്ട് ഫോം ഓഫ് ദി വെർബ് ടു ഹാവ് ആണ്. ഓക്കെ, ഇത് വരുന്നത് വെർബിന്റെ ഇതിലാണ് വരുന്നത്. ആസ്, ഹാവ്, ഹാഡ് ഇതിന്റെ ഫോം ഓഫ് വെർബ് ടു ഹാവ് അങ്ങനെയാണ് വരുന്നത്. ദേ ആർ യൂസ്ഡ് ടു ഷോ പൊസിഷൻ, ഓണർഷിപ്പ്. ആദ്യത്തേത് നമുക്ക് പൊസിഷനോ അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ഇത് എന്റേതാണ് എന്ന രീതിയിൽ പറയുന്നത് കാണിക്കാനാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യും. രണ്ടാമത്തേത് ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. അതായത് ആക്സിലറി വെർബ് ടു പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ, ഇൻ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ആക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും ഒരു വെർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ടു ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്പ്, ക്വാളിറ്റീസ്, എക്സ്പീരിയൻസ് ആൻഡ് ആക്ഷൻ. നമുക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, അതായത് റിലേഷൻഷിപ്പിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റീസിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പിന്നെ ആക്ഷൻ ഇതിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ വേർഡ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ഫോം എങ്ങനെയൊക്കെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട്, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം. അപ്പൊ അതെങ്ങനെയൊക്കെ വരും നോക്കാം. സബ്ജക്റ്റിൽ വരുന്നതാണ് ഐ, യു, വി, ദേ. അപ്പൊ ഈ നാലെണ്ണം വരുന്നത് നമുക്ക് പ്രസന്റ് ഫോമിൽ വരുന്നത് ഹാവ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഹാവ് മാത്രമേ ചേർക്കത്തുള്ളൂ. ഓക്കെ, യുവിന്റെ കൂടെ ഹാവും, വിന്റെ കൂടെ ഹാവും, ദേന്റെ കൂടെ ഹാവും, അങ്ങനെ മൊത്തം നമ്മൾ ഹാവ് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഈ ഹാഡ് വന്നിട്ട് ഈ ഹാഡ് കണ്ടോ, ഇത് പാസ്റ്റ് ഫോമിൽ വരുമ്പോൾ മൊത്തം ഹാഡാ വരുന്നത്. അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് സെന്റൻസ് പറയുമ്പോഴും നമുക്ക് ഹാഡ് ആണ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാഡേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ വന്നിട്ട് ഹി, ഷീ, ഇറ്റ്. ഈ ഷീ, ഇറ്റിൽ വരുന്നത് ഹാസ് ആണ്. അപ്പൊ പാസ്റ്റ് ഫോമിലും ഹാഡ് വരത്തുള്ളൂ, പക്ഷെ പ്രസന്റ് ഫോമിൽ ഹി, ഷീ, ഇറ്റ് വരുന്ന വേർഡ്സ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹാസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ഈസി റൂൾ എങ്ങനെയാ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ഹാസിന്റെ റൂൾ എങ്ങനെ വരും, ഹാസിന്റെ കൂടെ ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നെയിം. അതായത് ഹി എന്ന് വെച്ചാൽ എന്താ, അവൻ. ഷീ എന്ന് വെച്ചാൽ എന്താ, അവൾ. അപ്പൊ അവനോ അവളോ അല്ലെങ്കിൽ ഇറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും വസ്തുക്കൾ, അതോ അല്ലെങ്കിൽ സിംഗുലർ നെയിം, ഒരാളുടെ പേര് വെച്ചിട്ട് വരുന്നത്. ഇപ്പൊ രാഹുല്, ഇപ്പൊ അല്ലെങ്കിൽ ഐശ്വര്യ, അങ്ങനെ ഓരോരോ പേര് വെച്ചിട്ട് വരുന്നത്, ഒരാളെ മാത്രം സൂചിപ്പിക്കുന്നതാണ് സിംഗുലർ എന്ന് നമ്മൾ പറയുന്നത്, സിംഗുലർ നെയിം. അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് ഹാസിൽ വരുന്നത്. രണ്ടാമത്തേത് ഹാവ് നമ്മൾ തന്നെ ആദ്യം ഐ, പിന്നെ യു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് യു, പിന്നെ വി നമ്മൾ രണ്ടുപേരും വി, പിന്നെ ദേ എന്ന് വെച്ചാൽ അവര്, പിന്നെ പ്ലൂറൽ എന്ന് വെച്ചാൽ എന്താ, ഒന്നി കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, ഒന്നല്ല ഒന്നി കൂടുതൽ വരുന്ന ആൾക്കാർ. പിന്നെ ഹാഡിൽ വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോർ ഓൾ ദി സബ്ജക്ട്. ഏത് സബ്ജക്ട് വന്നാലും അതിന്റെ പാസ്റ്റിലാണോ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്തോ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഭൂതകാലം. ഓക്കെ, കഴിഞ്ഞ കാലത്തെ നമ്മൾ ഭൂതകാലം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഹാഡ് വരുന്നത് അതിലാണ്. അപ്പൊ ആ ഒരു പാസ്റ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ ഹാഡ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. യൂസിങ് ഹാവിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് പൊസിഷനിൽ വരുമ്പോൾ. ഓക്കെ, ഓരോരോ പൊസിഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. സ്ട്രക്ചർ, അതിൽ സ്ട്രക്ചറിൽ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സ്ട്രക്ചറിൽ വരുമ്പോൾ സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ ഹാവ് പ്ലസ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും സെന്റൻസിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ ഇതിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയായിരുന്നു. സബ്ജക്റ്റിൽ വരുന്ന എന്തുവാ, ഐ. പിന്നെ പ്രസന്റ് ഫോമിലാണ് വരുന്നത് ഈ ഹാവ്. അപ്പൊ അവിടെ വരും ഐ ഹാവ്. പിന്നെ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ പാസ്, ഇത് എന്തുവാ, ഈ വസ്തുക്കള്, അതായത് കാർ.
അപ്പൊ ഐ ഹാവ് എ കാർ അങ്ങനെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ രണ്ടാമത്തേത് വി എന്ന് വെച്ച് നമ്മൾ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്നത് വി ഹാവ് 2 ഡോഗ്സ് നമുക്ക് 2 പട്ടികളുണ്ട്. പിന്നെ ദേ ഹാവ് മെനി ഫ്രണ്ട്സ് ദേ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ദേ ഹാവ് മെനി ഫ്രണ്ട്സ് ഹാവ് അവിടെ വന്നിട്ടുണ്ട്. മെനി ഫ്രണ്ട്സ് ഒബ്ജക്റ്റ് പോലെ. പിന്നെ യു ഹാവ് എ ഗുഡ് ജോബ് യു എന്ന് വെച്ചാൽ നമ്മൾ സബ്ജക്റ്റിൽ വരുന്നതാണ്. ഹാവിൽ വരുന്നതാണ്. പിന്നെ ഗുഡ് ജോബ് അത് ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ ബി എക്സ്പീരിയൻസിൽ വരുമ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ ഹൈ വെച്ചിട്ട് സബ്ജക്റ്റ് വരും. പിന്നെ ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയും. അപ്പൊ ഹാവ് വി ഹാവ് മെനി മെമ്മറീസ് ടുഗെദർ നമുക്ക് ഇഷ്ടം പോലെ കുറെ മെമ്മറീസ് ഉണ്ട്. ഒന്നിച്ചുള്ള മെമ്മറീസ് കുറെ ഉണ്ട്. പിന്നെ നമുക്ക് ഇൽനെസ് അതായത് ഇൽനെസ് ഇൻഫോർമലി വരുന്നതാണ് അത്. ഓക്കെ, നമ്മൾ ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാവേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇൽനെസ് ഫോമിൽ വരുമ്പോൾ അത് ഇൽനെസ്സിൽ ഇൻഫോർമൽ വരുമ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഐ ഹാവ് എ ഹെഡ് ഏക്ക് എനിക്ക് തലവേദനയുണ്ട്. ദേ ഹാവ് എ കോൾഡ് അവർക്ക് കോൾഡ് ഉണ്ട്. ഇപ്പൊ ദേയും ഐയും നമുക്ക് വരുന്നത് എങ്ങോട്ടാ വരുന്നത്? സബ്ജക്റ്റ് ആണ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം ഹാവ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഹാസിലോട്ട് പോവാം. ഹാസിന്റെ ആദ്യം യൂസിങ് ഹാസ് ആദ്യം വരുന്നത് പൊസിഷൻ ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരും അത് ഈസ് ഈക്വൽ ടു സബ്ജക്ട് പ്ലസ് ഹാസ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് എ ബൈസൈക്കിൾ അവർക്കൊരു ബൈസൈക്കിൾ ഉണ്ട് സൈക്കിൾ ഉണ്ട്. അപ്പൊ അവിടെ ഷീ വരുന്നത് സബ്ജക്റ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാസിൽ വരും. ബൈസൈക്കിൾ ആണ് ഒബ്ജക്റ്റിൽ വരുന്നത്. ഹി ഹാസ് എ ന്യൂ ഫോൺ അവനൊരു പുതിയ ഫോൺ ഉണ്ട്. ഹി സബ്ജക്റ്റ് ഹാസ് ബൈസൈക്കിൾ ഇവിടെ വരും ഒബ്ജക്റ്റിൽ വരും. ഓക്കെ, ദ ഡോഗ് ഹാസ് എ ലോങ് ടെയിൽ ആ പട്ടിക്ക് നീളമുള്ള വാലുണ്ട്. അപ്പൊ ദി ഡോഗ് എന്ന് പറഞ്ഞാൽ ദ എന്ന് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ ഡോഗ്. ഓക്കെ, ഒരാളുടെ ഡോഗ് എന്ന് സബ്ജക്റ്റ് വരും. പിന്നെ ഹാസിൽ വരും. എ ലോങ് ടെയിൽ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ റിയ ഹാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് റിയക്ക് മനോഹരമായിട്ടുള്ള വസ്ത്രമുണ്ട്. അപ്പൊ റിയ ആണ് ഏതാണ് റിയ വരുന്നത്? സബ്ജക്റ്റ് ആണ് റിയ വരുന്നത്. അപ്പൊ ഹാസ് വന്നത് ഹാസ് കോമൺലി എ ബ്യൂട്ടിഫുൾ ഡ്രസ് ആണ് ഓബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ക്വാളിറ്റീസിൽ ഏതൊക്കെ വരും നോക്കാം. ഹി ഹാസ് എ ഗ്രേറ്റ് പേഷ്യൻസ് അവന് നല്ല ക്ഷമയുണ്ട്. അവൻ നല്ല ക്ഷമയുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഹി ആണ് വരുന്നത് സബ്ജക്റ്റ്. ഓക്കെ, ഹാസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഗ്രേറ്റ് പേഷ്യൻസിൽ വരുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ഷീ ഹാസ് ബ്ലൂ ഐസ് അവൾക്ക് നീല കണ്ണുകളാണ് ഉള്ളത്. അപ്പൊ അവിടെ എന്തോ ഷീ എന്ന് വന്ന സബ്ജക്റ്റ് ഹാസ് ബ്ലൂ ഐസ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ റിലേഷൻഷിപ്പിൽ വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഷീ ഹാസ് 3 സിസ്റ്റേഴ്സ് അവൾക്ക് 3 സഹോദരിമാരാണ് ഉള്ളത്. അപ്പൊ ഷീ വരുന്നത് സബ്ജക്റ്റ് ഹാസ് വരും. 3 സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 3 സഹോദരിമാരാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഹി ഹാസ് മെനി റിലേറ്റീവ്സ് അവന് 3 റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, 3 റിലേറ്റീവ്സ് അതായത് ബന്ധുക്കളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നല്ല മെനി റിലേറ്റീവ്സ് ഉണ്ട്. ഹി ഹാസ് മെനി റിലേറ്റീവ്സ്. അപ്പം ഹി ഹാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോവും സബ്ജക്റ്റ് ആയിട്ട് മാറും ഹി. ഓക്കെ, പിന്നെ ആസ് എന്ന് വെച്ചാൽ ഹാസ് മെനി റിലേറ്റീവ്സ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ യൂസിങ് ഇതാണ് ഹാസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഹാസ് മനസ്സിലായിട്ടുണ്ട്. ഇനി ഹാഡ് നോക്കാം. യൂസിങ് ഹാഡ് പാസ്റ്റ് പൊസിഷനിൽ വരും. പാസ്റ്റ് ആണ് കഴിഞ്ഞതായത് കൊണ്ടാണ് നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചേഴ്സിൽ വരുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അതിൽ വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് എ ബൈസൈക്കിൾ വെൻ ഐ വാസ് യങ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഒരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നു എന്നാണ് വരുന്നത്. അപ്പൊ അവിടെ ഐ സബ്ജക്റ്റ് ആയിട്ട് വരും. പിന്നെ ഹാഡ് ആയിട്ട് വരും. പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട്. പിന്നെ യങ് ആയതുകൊണ്ട് നമ്മൾ സെന്റൻസിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. നമ്മളിപ്പോ പ്രസന്റിൽ പറയുന്നതല്ല പാസ്റ്റിൽ പറയുന്നത്. നമുക്ക് ഓരോ സെന്റൻസിൽ നമുക്ക് വ്യത്യാസമായിട്ട് വരും. അപ്പൊ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ സെന്റൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവർക്ക് നല്ല മനോഹരമായ വീടുണ്ട്. ദേ ഹാഡ് മെനി ബുക്സ് അവർക്ക് കുറെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ദേ എന്തോ വരുന്നത് സബ്ജക്റ്റ്. ഹാഡ് മെനി ബുക്സ്. ഓക്കെ, ഇനി അടുത്തത്
പാസ്റ്റ് എക്സ്പീരിയൻസിൽ വരുമ്പോൾ പാസ്റ്റിൽ വരുമ്പോൾ എങ്ങനെ വരാം? വി ഹാഡ് എ വണ്ടർഫുൾ ട്രിപ്പ്. വി എന്ന് വെച്ചാൽ സബ്ജക്റ്റ്, ഹാഡ് എന്ന് വെച്ചാൽ അത് ഹാഡ്. വണ്ടർഫുൾ ട്രിപ്പ് ആണ് ഓബ്ജക്റ്റിൽ വരുന്നത്. കഴിഞ്ഞതായതുകൊണ്ട് വി ഹാഡ് എ വണ്ടർഫുൾ ട്രിപ്പ്. ഹാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞൊരു കാര്യത്തിനാണ് നമ്മൾ ഹാഡ് എന്ന് പറയാം. യെസ്, ഹി ഹാഡ് എ ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ്. അവന് ഭയങ്കര കഷ്ടമേറിയ കുട്ടിക്കാലമായിരുന്നു. അപ്പോൾ ഹി എന്ന് വെച്ചാൽ സബ്ജക്റ്റ്, ഹാഡ് ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ് ഓബ്ജക്റ്റ്. പിന്നെ ആറാമത്തെ അടുത്തത്, ഇപ്പൊ ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? എന്താണ് ഹാസ്, എന്താണ് ഹാവ്, എന്താണ് ഹാഡ്, അത് ക്ലിയർ ആയല്ലോ. അപ്പൊ അടുത്തത് പോവാം. ഹാസ്, ഹാവ്, ഹാഡ്. ആസ് ഹെൽപ്പിംഗ്, അത് ഹെൽപ്പിംഗ് വെർബിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ദീസ് വെർബ് ഹെൽപ്പ് ഫ്രം പെർഫെക്റ്റ്, പ്രസന്റ്, പെർഫെക്റ്റ് ടെൻസ്. അത് ഈ വെർബ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റും പിന്നെ പെർഫെക്റ്റ് ടെൻസുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് സ്ലാഷ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് V3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്റ്റ് പ്ലസ് ഹാസ് സ്ലാഷ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസിന് വരുമ്പോൾ V3. ഇനി അതിന്റെ യൂസേഴ്സ് നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ് ഒരു കണക്റ്റഡ് ടു ദ പ്രസന്റ്. പ്രസന്റിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ അത് പ്രസന്റിൽ കണക്ട് ചെയ്യുന്നു. ഇപ്പൊ പ്രസന്റിൽ ഒരു കാര്യം പറയാം, പാസ്റ്റിൽ ഒരു കാര്യം നമ്മൾ പ്രസന്റിൽ പറയാണ്. യെസ്റ്റർഡേ വാച്ച് മൂവി എന്ന് വെച്ചാൽ ഇന്നലെ നാൾ സിനിമ കണ്ടിരുന്നു എന്ന രീതിയിൽ നമ്മൾ പ്രസന്റിൽ ഒരാളോട് സംസാരിക്കുകയാണ്. ആ സിനിമ ഇന്നലെയാ കണ്ടത് എന്ന രീതിയിൽ പറയുന്നു. അപ്പൊ പാസ്റ്റിൽ നടന്ന കാര്യം നമ്മൾ പ്രസന്റിലും പറയാറുണ്ട്. എക്സാമ്പിൾ നോക്കാം, വിത്ത് ഹാവ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാ നോക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഓക്കെ, ഇത് പ്രസന്റിൽ പറയുമ്പോൾ നമ്മൾ എന്തുവാ? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം. പ്രസന്റിൽ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരും, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം. ഞാൻ എന്റെ ഹോംവർക്ക് തീർത്തു കഴിഞ്ഞു. ഫിനിഷ്ഡ്. ഐ ഹാഡ് എന്ന് വരത്തില്ല, ഐ ഹാവ് ആണ്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ഇത് പാസ്റ്റിനെ നമ്മളിങ്ങനെ പ്രസന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് നോക്കാം. വി ഹാവ് കംപ്ലീറ്റഡ് ദി പ്രോജക്ട്. ഞങ്ങൾ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഹാവ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പാസ്റ്റ് നമ്മൾ പ്രസന്റിലോട്ട് ആക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പ്രസന്റിൽ നമ്മൾ തീർത്തിടുക. പാസ്റ്റിൽ വെച്ച് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എസ്റ്റർഡേന്ന് സംബോധന ചെയ്യും. ഐ ഹാവ് വാച്ച് മൂവി എസ്റ്റർഡേ. നമ്മൾ ചുമ്മാ പറയും ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ടുഡേ എന്ന് നമ്മൾ എടുത്തു പറഞ്ഞാലും ടുഡേ ഇപ്പൊ രാവിലെ കഴിഞ്ഞ കാര്യം നമ്മൾ ഉച്ചയ്ക്ക് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഹാവ് എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ വിത്ത് ദേ ഹാവ് അറൈവ്ഡ്. അവരവിടെ എത്തി. എക്സാമ്പിൾ വിത്ത് ഹാസ്, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക്. അവൾ അവളുടെ ജോലി പൂർത്തിയാക്കി. അപ്പൊ അവിടെ ഹാസ് വരും. ആദ്യം ഹാവ് വന്നു, രണ്ടാമത്തേത് ഹാസ് വന്നു. ഹി ഹാസ് ഗോൺ ഹോം. അവൻ എന്ത് ചെയ്തു? വീട്ടിലോട്ട് പോയി. ഇറ്റ് ഹാസ് സ്റ്റോപ്പ് റെയിനിങ്. മഴ ഇപ്പൊ നിന്നു. കാരണം വെച്ചാൽ മഴ പെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രസന്റിൽ വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹാവ് തന്നെ ആസ് തന്നെ നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽസ് V3. ഓക്കെ, യൂസ്. അപ്പൊ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. യൂസ് an action completed before another action in the past. അതായത് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക ബിഫോർ അനദർ ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനു മുന്നേ an action completed before another action in the past. അനദർ ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാഡ് ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഓക്കെ, ഐ ഹാവ് നമ്മുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ബിഫോർ ഡിന്നർ. അതായത് നമ്മൾ അത്താഴം കഴിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ഹോംവർക്ക് എല്ലാം തീർത്തു കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താ നമ്മൾ പറയും, ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്. ഞാൻ വരുന്നതിന് മുന്നേ അവൾ വിട്ടു. ഓക്കെ, ദേ ഹാഡ് കംപ്ലീറ്റഡ് ദി വർക്ക് നൂൺ. ഉച്ചയ്ക്ക് മുന്നേ അവര് ജോലി തീർത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഏഴാമത്തെ നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസിൽ ഇതെങ്ങനെ? നെഗറ്റീവ് സെന്റൻസിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. വിത്ത് ഹാവ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡു ഡസ് പ്ലസ് നോട്ട് ഹാവ്. ഓക്കെ, നമുക്ക് ഡു ഡസ് പ്ലസ് നോട്ട് ഹാവ് എന്നാണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ ഡു നോട്ട് ഹാവ് എ കാർ. നമുക്കൊരു സാധന വസ്തു ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ഡു നോട്ട് ഹാവ് എ കാർ. അങ്ങനെ ഡു നോട്ടും ഡസും ഡു ഡസ് നോട്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് പ്ലസ് ഹാവും കൂടി ചേർക്കും നമ്മൾ. എന്നിട്ടാണ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഐ ഡു നോട്ട് ഹാവ് എ കാർ.
വി ഡു നോട്ട് ഹാവ് ഇനഫ് മണി, ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ടൈം, അവർക്ക് സമയം തീരെ ഇല്ല. അപ്പൊ എന്താ, ദേ ഡു നോട്ട് ഹാവ്. അപ്പൊ എല്ലാത്തിനും ഇതിൽ ഹാവ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ഫോം വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. ഡോണ്ട് ഹാവ്, ഡോണ്ട് ഹാവ് എന്ന് നമ്മൾ പറയും. പിന്നെ ഡസൻറ്റ് ഹാവ്, ഷോർട്ടായിട്ട് പറയുമ്പോൾ ഡോണ്ട് ഹാവ്, ഡസൻറ്റ് ഹാവ് അങ്ങനെ പറയാം. പിന്നെ വിത്ത് ഹാസ്, വിത്ത് ഹാസ് അർത്ഥം നോക്കാം. അതിന്റെ എക്സാമ്പിൾ, ഈ ഡസ് നോട്ട് ഹാവ് എ ബൈക്ക്, അവൻ്റെ ഒരു ബൈക്ക് ഇല്ല. ഇത് നമ്മൾ നെഗറ്റീവ് സെന്റൻസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആസിന് പകരം നമ്മൾ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവ് സെന്റൻസിൽ വരുമ്പോൾ പോസിറ്റീവ് സെന്റൻസിനെ പോലെ തന്നെയാണ് നമ്മൾ ഹാസിന് പകരം ഹാവ് യൂസ് ചെയ്യുക. പോസിറ്റീവിൽ മാത്രമാണ് നമ്മൾ, പോസിറ്റീവ് സെന്റൻസിൽ വരുമ്പോഴാണ് നമ്മൾ ഹാസിനെ ആസായി തന്നെ യൂസ് ചെയ്യും. പക്ഷെ നെഗറ്റീവിൽ വരുമ്പോൾ ഹാസിന് പകരം നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത്, ഷീ ഡസ് നോട്ട് ഹാവ് എ ലാപ്ടോപ്പ്, അവന് ഒരു ലാപ്ടോപ്പ് ഇല്ലായിരുന്നു. നോട്ടീസ്, ഹി ഡസ് നോട്ട് ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്ക് ഇല്ല. ഹി ഡസ് നോട്ട് ഹാവ് എ ബൈക്ക്, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് നോട്ടീസ്. അതായത് ഹി ഡസ് നോട്ട് ഹാവ് എ ബൈക്ക്, അവൻ്റെ ഒരു ബൈക്ക് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ഹി ഡസ് നോട്ട് ഹാസ് എ ബൈക്ക് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ ഹി ഡസ് നോട്ട് ഹാവ് എ ബൈക്ക് എന്നാണ് നമ്മൾ പറയുന്നത് സെന്റൻസ് പറയുമ്പോൾ. അപ്പൊ അതാണ് അതിന് ഹാസിന് പകരം നമ്മൾ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വിത്ത് ഹാഡ്, സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് ഹാവ്, സബ്ജക്റ്റും പിന്നെ ഡിഡ് നോട്ട് ഹാവും ആണ് വരുന്നത്. ഇതെങ്ങനെ വരും നോക്കാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡ് നോട്ട് ഹാവ് എ ഫോൺ, എനിക്കൊരു ഫോൺ ഇല്ല. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഹാവ് എ ഫോൺ, എനിക്ക് ഇതുവരെ ഒരു ഫോൺ ഇല്ല. അപ്പൊ അവിടെ ഹാവ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ ഹാവ് ആ വന്നിരിക്കുന്നത്. ഓക്കെ, ഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാവേ വരത്തുള്ളൂ. ഷീ ഡിഡ് നോട്ട് ഹാവ് എ ടിക്കറ്റ്, അവൾക്ക് ഒരു ടിക്കറ്റ് ഇല്ലായിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഫുഡ്, അവൾക്ക് ഒത്തിരി ഭക്ഷണം ഇല്ലായിരുന്നു. പിന്നെ അതിന് ഷോർട്ട് ഫോം ആയിട്ട് വരുമ്പോൾ ഡിഡ് നോട്ട് ഹാവ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി, നെഗറ്റീവ് സെന്റൻസിന് മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഹാവ്, സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും, ഡു സബ്ജക്ട് പ്ലസ് ഹാവ്. എക്സാമ്പിൾസ് വരുന്നത്, ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ഡു യു ഹാവ് എ പെൻ, നിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടോ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ നിന്റെ കയ്യിൽ പേന ഉണ്ടോ എന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഡു ദേ ഹാവ് എ കാർട്ട്, അവർക്കൊരു കാർട്ട് ഉണ്ടോ എന്നാണ്. ഡു ദേ ഹാവ് എ കാർട്ട്. ഡു വി ഹാവ് ഇനഫ് ടൈം, നമുക്ക് ഇനി സമയമുണ്ടോ എന്നാണ്. അപ്പൊ ഉണ്ടോ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് ഹാസ്, സ്ട്രക്ചർ വരുമ്പോൾ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ആണ് വരുന്നത്. അപ്പൊ ഡസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഈ രീതിയിലാണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഡസ് ഹി ഹാവ് എ ബൈക്ക്, ഡസ് ഹി ഹാവ് എ ബൈക്ക് എന്ന് വെച്ചാൽ അവനൊരു ബൈക്ക് ഉണ്ടോ എന്നാണ്. ഡസ് ഷീ ഹാവ് എ സിസ്റ്റർ, അവനൊരു സഹോദരി ഉണ്ടോ. ഡസ് ദ ഡോഗ് ഹാവ് എ നെയിം, ആ ഡോഗിന് എന്തെങ്കിലും പേരുണ്ടോ. ഹാഡ് വരുമ്പോഴത്തേക്കും സ്ട്രക്ചർ ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് വരുന്നു. അപ്പൊ ഡിഡും പിന്നെ സബ്ജക്റ്റും അതിന്റെ കൂടെ പ്ലസ് ഹാവ്, അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും ഡിഡ് യു ഹാവ്, അപ്പൊ അത് ഹാവ്, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പിൽ വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഡിഡ് ഷീ ഹാവ് എ ചാൻസ് ടു സ്പീക്ക്, അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് വരും. പിന്നെ ഡിഡ് ദേ ഹാവ് എ മീറ്റിംഗ്, അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നോ, അതിന് ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. പിന്നെ 9ാമത്തെ നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ് ഇൻ പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്, ഇവിടെ പ്രസന്റും ഇവിടെ പെർഫെക്റ്റുമാണ് ഉള്ളത്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. ഹാവ് യു ഫിനിഷ്ഡ്, നിങ്ങൾ ജോലി, നിങ്ങൾ എന്താ ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അത് തീർത്തോ എന്ന് ചോദിക്കുന്നതാണ് ഹാവ് യു ഫിനിഷ്ഡ്. ഹാവ് ദേ അറൈവ്ഡ്, അവരവിടെ എത്തിയോ. ഹാസ് ഷീ കോൾഡ്, അവള് വിളിച്ചോ. ഹാസ് ഹി ഈറ്റേൺ, എന്നുവെച്ചാൽ അവൻ കഴിച്ചോ എന്ന രീതിയിലൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് ഹാസ് വെച്ചിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോ നോക്കിയത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, അടുത്തത് ഹാഡ് യു ഫിനിഷ് ബിഫോർ ഹി കോൾഡ്, അവൻ ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുന്നേ നീ തീർത്തു കഴിഞ്ഞോ, നീ ജോലി തീർത്തോ എന്നാണ് നമ്മൾ
പറയുന്നത്. ഹാഡ് ഷീ ലെഫ്റ്റ് ഓൾറെഡി, അവൾ അതിനു മുന്നേ വിട്ടോ. ഹാഡ് ദേ കംപ്ലീറ്റഡ് ദി പ്രോജക്റ്റ്, അവര് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ, അതാണ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പറ്റും, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് കോമൺ മിസ്റ്റേക്സ്. നമുക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഓക്കെ, ഒന്നാമത്തെ മിസ്റ്റേക്ക് 1 വന്നിട്ട് ഷീ ഹാവ് എ കാർ, അപ്പൊ അവൾക്കൊരു കാർ ഉണ്ട്. അപ്പൊ അത് പറയുന്നത് തെറ്റാണ്, ഷീ ഹാവ് എ കാർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഷീ ഹാസ് എ കാർ എന്നാണ് നമ്മൾ പറയുക. കോമൺലി മിസ്റ്റേക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞത് ശരിയല്ലേ. അപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അങ്ങനെ വരത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഹാസിന് ഹാസ് തന്നെ യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മിസ്റ്റേക്ക് 2 വരുന്നത് ഹി ഡോണ്ട് ഹാവ് എ പെൻ, അവനൊരു പേന ഇല്ല. പക്ഷെ ഹി ഡസന്റ് ഹാവ് എ പെൻ എന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും ഹി ഡസന്റ് ഹാവ് എ പെൻ. പിന്നെ മിസ്റ്റേക്ക് 3 ഡിഡ് ഷീ ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നോ. അപ്പോ ഡിഡ് ഷീ ഹാവ് എ കാർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഡിഡ് ഷീ ഹാഡ് എ കാർ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ നമ്മൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഡ് ഷീ ഹാവ് എ കാർ എന്ന് ചോദിക്കുമ്പോൾ അതൊരു മീനിങ് ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിസ്റ്റേക്ക് നമ്പർ 4, ദേ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക്, അവരുടെ ജോലി തീർത്തു കഴിഞ്ഞു. ദേ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്കാണ്. അപ്പൊ ഏതാ ശരി, ദേ ഹാവ് ആണ്. ദേ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക് വരുമ്പോൾ അത് തെറ്റാണ്. ദേ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. ഓക്കെ, ഇനി മിസ്റ്റേക്ക് നമ്പർ 5 വരുന്ന മിസ്റ്റേക്ക് എന്താന്ന് നോക്കാം. ഐ ഹാസ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ആസ് ഹാവ്, അപ്പൊ ഹാവ് വരുന്നതാണ് ശരി. ഓക്കെ, നമ്മൾ ചിലയിടത്തൊക്കെ ഹാഡ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എക്സാമ്പിൾസ്. ഇപ്പൊ എന്നിട്ട് ക്വിക്ക് കമ്പാരിഷൻ, ക്വിക്കായിട്ട് നമ്മൾ കമ്പാരിഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും, അതിന്റെ മീനിങ്ങും എക്സാമ്പിളും നോക്കാം. പ്രസന്റ് പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് സി ഐ അല്ലെങ്കിൽ ഐ യു വി ദേ ആണ് വരുന്നത്. പ്രസന്റ് പൊസിഷനിൽ വരുമ്പോൾ ഐ യു വി ദേ. ഓക്കെ, അതിൽ വരുമ്പോൾ എക്സാമ്പിൾ വരുമ്പോൾ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. പ്രസന്റ് പൊസിഷനിൽ വരുമ്പോൾ ഹി ഷീ ഇറ്റിൽ വരുമ്പോൾ ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ ഷീ ഹാഡ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ടോ. പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഷീ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക്, അവള് ജോലി തീർത്തു. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഷീ ഹാസ് കംപ്ലീറ്റഡ് ദി വർക്ക് എന്ന് നമ്മൾ പറയും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ദേ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്, അവര് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദി വർക്ക് ബിഫോർ നൂൺ, ഉച്ചയ്ക്ക് മുന്നേ അവള് ജോലി തീർത്തു. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് സമ്മറിയാണ് കേട്ടോ. ഹാവ് യൂസ്ഡ് വിത്ത്, ഹാവ് എന്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളെ, ഹാവ് നമ്മൾ ഏതിന്റെയൊക്കെ വേർഡ്സിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും നിങ്ങളുടെ മെമ്മറിയിൽ ഫീൽ ആവണം. അത് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കണം, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഹാവ് ആണോ ആസ് ആണോ വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഹാവില് വരുമ്പോഴത്തേക്കും ഐ യു വി ദേ, ഈ 4 നമ്മൾ ഹാവില് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വന്നിട്ട് ഐ ഹാവ് എ ബുക്ക്, എനിക്കൊരു പുസ്തകമുണ്ട്. പിന്നെ ദേ ഹാവ് അറൈവ്ഡ്, അവരവിടെ എത്തി. ഓക്കെ, ഇനി ഹാസിൽ വരുമ്പോൾ ഏതാ നോക്കാം. യൂസ്ഡ് വിത്ത് ഹി ഷീ ഇറ്റ് ഇറ്റ്. ഓക്കെ, ഹി ഷീ ഇറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്ത് ഹാസിൽ വരുമ്പോൾ. സിംഗുലർ നൗൺ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായാലും ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാഡിൽ നമ്മളൊന്നും പറയത്തില്ല, കാരണം എല്ലാത്തിനും നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്, പ്രത്യേകം ഒന്നുമില്ല. ഇപ്പൊ ഇത്രയും വേർഡ്സ് എത്താൻ അല്ലെങ്കിൽ ഹാഡേ വരത്തുള്ളൂ, ഹാസ് ഹാവ് ഒന്നും വരത്തില്ല. ഓക്കെ, പാസ്റ്റിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി സിംഗുലർ നൗണ് അതിന്റെ എക്സാമ്പിൾ നോക്കാതെ. ഓക്കെ, സിംഗുലർ നൗണ് ഹി ഹാസ് എ കാർ, അതായത് അവനൊരു കാർ ഉണ്ട്. റീന ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക്, റീന അവളുടെ ജോലി തീർത്തു കഴിഞ്ഞു. ഹാസ്. ഇനി ഹാഡ് വരുമ്പോൾ നോക്കാം. യൂസ്ഡ് വിത്ത് ഓൾ സബ്ജക്ട് ഇൻ ദി പാസ്റ്റ്, സബ്ജക്ട് എല്ലാ സബ്ജക്റ്റും വരും കേട്ടോ. നമ്മൾ ഐ വി യു ദേ ഇറ്റ് ഹി ഷീ എല്ലാ സബ്ജക്റ്റും വരും. അപ്പൊ അതെല്ലാം പാസ്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ വന്നിട്ട് ഐ ഹാഡ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദി ഫോർമുല ടു റിമെമ്പർ, അവള്
ഫോർമുല കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആൾക്കത് ഓർത്ത് വെക്കാം. കംപ്ലീറ്റ് ദി ടാസ്ക് ഫോർമുല ടു റിമെമ്പർ. ഓക്കെ, ഫോർമുല ടാസ്ക് അവള് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇനി പ്രസന്റിൽ വരുമ്പോൾ ഐ യു വി ദേ ഹാവ് ആണ് വരുന്നത്. ഐ യു വി ദേ ഹാവ്. പിന്നെ ഹി ഷീ ഇറ്റ് ആണ് നമുക്ക് ഹാസിൽ വരിക. ഓക്കെ, പിന്നെ ഹി ഷീ ഇറ്റ് ഹാസിൽ വരും. പിന്നെ പാസ്റ്റിൽ വരുമ്പോൾ എവ്രി വൺ ഹാഡ്. ഓക്കെ, അപ്പൊ പാസ്റ്റിലാണ് മാത്രം എവ്രി വണ്ണും പിന്നെ ഹാഡും ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഏതെങ്കിലും പാട്ട് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി മക്കളെ. ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എനിക്കിത് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലാസ് കുറച്ച് നീണ്ടു പോയിട്ടോ. നിങ്ങളിത് ഈ ക്ലാസ് ഒറ്റയടിക്ക് ഇട്ടാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ പാട്ടായിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഓൾറെഡി ഇതിന്റെ വേർഡ് തന്നെ കൺഫ്യൂസിങ് വരാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇത്ര ലെന്തി ആയത്. അപ്പൊ എനിക്ക് കട്ട് ചെയ്ത് തരാനായിട്ടും സാധിക്കില്ല, കാരണം ഇതിന്റെ എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 കേട്ടാൽ നിങ്ങൾക്ക് തന്നെ വീണ്ടും കൺഫ്യൂഷൻ ആവും. പിന്നെ ഒറ്റ ക്ലാസ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം മക്കളെ. ഞാൻ ഉത്തരം നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സസൈസ് നോക്കാം. ഏതൊക്കെയാ പ്രാക്ടിക്കൽ എക്സസൈസിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എന്റെ പ്രാക്ടിക്കൽ എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് എന്താ പറയാ ഇട്ട് തരും. ഓക്കെ, എന്നാൽ മാത്രമാണ് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ഇടുന്നത് ശരിയാണോ എന്ന് ഞാൻ നോക്കാം. നിങ്ങൾ ഞാനിപ്പോ വീഡിയോ എന്താ ഇതിപ്പോ ഇന്ന് തന്നെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അറിയാൻ പറ്റും എത്ര പേർക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോസ്റ്റ് വീഡിയോ കമന്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ഇടാൻ നോക്കുക, അതിന്റെ ആൻസർ താഴെ ഇടാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, ഹാസ് ഹാവ് ഹാഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പറയാട്ടോ ഇപ്പോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എക്സസൈസ് നോക്കാം നമുക്ക്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഷീ ഡാഷ് എ ന്യൂ ലാപ്ടോപ്പ്. ഇവിടെ ഏതാ വരുന്നത്, ആസ് ആണോ ഹാവ് ആണോ ഹാഡ് ആണോ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ദേ ഡാഷ് ഫിനിഷ് ദെയർ ഹോംവർക്ക്. പിന്നെ ഐ ഡാഷ് എ ബൈസൈക്കിൾ വെൻ ഐ വാസ് 10. എനിക്ക് 10 വയസ്സായപ്പോഴത്തേക്ക് എനിക്കൊരു ബൈസൈക്കിൾ കിട്ടണം. അപ്പൊ അവിടെ ഏതാ വരണ്ടേന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഹി ഡാഷ് കംപ്ലീറ്റഡ് ദി പ്രോജക്റ്റ്. ഓക്കെ, വി ഡാഷ് മെനി ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഇത്രയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ആൻസർ ഇടേണ്ടതെന്ന് വെച്ചാൽ 1 2 3 4 5 എന്നുണ്ട്. അപ്പൊ 1 എന്നിട്ടിട്ട് ആൻസർ ഏതാണോ അത് എഴുതുക, 2 എന്നിട്ടിട്ട് ആൻസർ ഏതാണോ അത് എഴുതുക, അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. 3 4 5. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇടുക. ഏതൊക്കെയാന്ന് വെച്ചാൽ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഡിക്ലറിറ്റ് തരുന്നേക്ക് ഏതാ ഇതിന്റെ ആൻസർ വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ അത്രേ ഉള്ളൂ. നമുക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഈ ക്ലാസ് നീണ്ടുപോയി. അപ്പൊ നിങ്ങൾ ശരിക്കും ഇരുന്ന് കേൾക്കുക ഈ ക്ലാസ്. ഓക്കെ, ഇത് കുറച്ച് ലെന്തി ആയിട്ടുണ്ട്. നിങ്ങൾ ദയവ് ഇത് കേൾക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ കട്ട് ഷോർട്ട് ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് ലെന്തി ആണ്. അതുപോലെ ലെന്തി ഉള്ള ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാൻ പറ്റത്തുള്ളൂ എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് അതുപോലെ ഗ്രാമറിന്റെ ക്ലാസ് എങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് ഇപ്പോൾ PSC എക്സാമിന് എഴുതുന്നവരോ ബാങ്കിന്റെ എക്സാം എഴുതുന്നവരോ എല്ലാവർക്കും ഈ എയർഫോഴ്സിന്റെ എക്സാം എഴുതുന്ന ഇൻകം ടാക്സ് എന്ത് എക്സാം ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കോച്ചിങ്, അതായത് ഗ്രാമറിനെ പറ്റി അറിയത്തില്ല, അതിൽ എന്തൊക്കെ ടോപ്പിക്ക് പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഐക്കാർട്ടിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കമന്റ് ബോക്സിലും മസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാം കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കുമ്പോൾ ഞാൻ അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓഫ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് എനിക്ക് എവിടെയാണ് എന്താണൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാം ധൈര്യമായിട്ട് വിളിക്കുക. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആർക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുക ഇങ്ങനെയൊക്കെ ചാനൽ ഉണ്ട്,
അപ്പൊ എന്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എന്റെ വാട്സാപ്പിന്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് ആ ചാനലിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്തേക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ, സീ യു.